CPM-ൻ്റെയും വിശിഷ്യ നമ്മുടെ പിണറായി വിജയൻ്റെയും സ്വരങ്ങളിലും അതുപോലെ തന്നെ നിലപാടുകളിലുമൊക്കെ തന്നെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് 2024 ശേഷം. പ്രത്യേകിച്ചും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തിരിച്ചടിയേറ്റതിന് ശേഷം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ വിലയിരുത്തിയപ്പോൾ 42% വരുന്ന ഈഴവ വോട്ടുകൾ CPM-ൽ നിന്ന് BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ചില വിശകലനങ്ങളുണ്ടായിരുന്നു. എന്താണെങ്കിലും അത്തരത്തിലുള്ള വോട്ടുകൾ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. വളരുന്ന ചില അപ്രിയ സത്യങ്ങളുമൊക്കെ വെള്ളാപ്പള്ളി നടേശനുമൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അതിൽ ഒന്ന്, മുസ്ലിം പ്രീണനത്തോട് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിക്കുമൊക്കെ വലിയ തോതിലുള്ള വിരോധമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് നേരെ തിരിഞ്ഞു നിൽക്കുന്ന, അതായത് നേരെ അപ്പുറത്തേക്ക് മാറിയിട്ടുള്ളൊരു പിണറായി വിജയനെയാണ്. അദ്ദേഹം വളരെ ശക്തിയായിട്ട് ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDP-യെ എതിർക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നു, ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ എതിർക്കുന്നു. പക്ഷേ ഇതൊക്കെ എതിർക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, PDP അവർ എതിർത്തിട്ടില്ല. കാരണം PDP എതിർക്കാത്തതിൻ്റെ കാര്യം PDP അവർക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചേക്കുന്നത്. പക്ഷേ എങ്കിലും അദ്ദേഹം ഈ ഇലക്ഷൻ മുമ്പ് പറഞ്ഞിരുന്നത് നമുക്കറിയാം, CAA വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു, അതിനോടനുബന്ധിച്ച സെമിനാറായിരുന്നു, അതിലേക്ക് മുസ്ലിം ലീഗിനെ കൂടി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. കൂടാതെ ഒരു പ്രോ മുസ്ലിം സമുദായ നിലപാട്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, പക്ഷേ മുസ്ലിം സമുദായത്തിനെ പറഞ്ഞു പറ്റിക്കുന്ന കുറേ സംഘടനകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് പിണറായി വിജയൻ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെതിരെ അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രക്ഷോഭങ്ങളിലെല്ലാം അത്തരത്തിലുള്ളൊരു നിലപാടാണ് CPM ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഒരു കുട്ടിയെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി ഈ പറയുന്ന സംസ്ഥയുടെ ആളുകളൊക്കെ അപമാനിച്ചു വിടുമ്പോൾ അതിനെ എതിർക്കാൻ പോലും LDF ഒക്കെ നാണിച്ചാണ് എതിർത്തത്. DYFIക്ക് എന്തോ പ്രസ്താവനകൾ നടത്തിയെന്നേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം ഇപ്പോൾ കാണുന്നത്, അദ്ദേഹം പാണക്കാട് ശിഹാബലി തങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും പിന്നീട് SDP-യെയും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ വർഗീയ ഭ്രാന്തന്മാരെയും ഒക്കെ തുറന്നു തീർക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സമീപനം എന്ന് പറയുന്നത്, നേരത്തെ ഉണ്ടായിട്ടുള്ളൊരു കാര്യം, ഈ മത ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ വോട്ടുകൾ ഇദ്ദേഹത്തിന് കിട്ടുകയും CPM-ന് കിട്ടിയാൽ ഭരണത്തിൽ ജയിക്കാം, മറ്റതവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഈ ഈഴവാദി പിന്നോക്ക സമുദായങ്ങളുടെയൊക്കെ വോട്ടുകൾ വളരെ കൃത്യമായിട്ട് CPM-ന് കിട്ടും എന്ന് പറയുന്നൊരു വിശ്വാസത്തിലാണ് ഇരുന്നത്. ആ വിശ്വാസത്തിന് നേരിയ അനക്കം വന്നപ്പോൾ, അല്ലെങ്കിൽ കോട്ടം വന്നപ്പോഴാണ് ഇപ്പോൾ കളം ഒന്ന് മാറ്റി ചവിട്ടിയേക്കുന്നത്. ഈ മാറ്റി ചവിട്ടിയത് കൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പല കാര്യങ്ങളിലും കാണാം, കാരണം CPM-ഉം BJP-യും തമ്മിൽ ഒരു ഭായ് ആയി മാറിയിരിക്കുന്നു. നമ്മൾ റിപ്പോർട്ടർ ചാനൽ ചർച്ചകളിൽ പോലും CPM-ന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന അരുൺകുമാറും അതുപോലെ തന്നെ BJP-ക്ക് വേണ്ടി RSS സംഖ്യയായിട്ടുള്ള സുജയ പാർവതിയും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ സ്വരം ഒന്നാകുന്നത് നമ്മൾ കണ്ടു. പെട്ടി വിവാദത്തിൽ VV രാജേഷും A റഹീമും ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഏതാണ്ട് ഇവരുടെ സ്വരം ഏതാണ്ട് ഒന്നായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ഇന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി വളരെ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞേക്കണത്, ഈ വർഗീയ കാർഡിറക്കി മുഖ്യമന്ത്രി കളിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അറിയാഞ്ഞിട്ടാണ്, ഇത് ഭാവിയിലേക്ക് വലിയ അപകടം ഉണ്ടാക്കും, പാർട്ടി CPM തന്നെ ഇല്ലാതായി തീരും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കിത് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഇത് തന്നെ PMA സലാമും പറഞ്ഞിട്ടുണ്ട്, വൃത്തികെട്ട വർഗീയ കളിച്ചാണ് CPM ഇപ്പോൾ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തീവ്ര വർഗീയ ശക്തികളൊക്കെ ശക്തിപ്പെടുത്തുമ്പോൾ അത് മുസ്ലിം ലീഗിന് കൂടി കോട്ടമാണ് എന്നവർക്കറിയാം. പലപ്പോഴും അവരതിനെ തുറന്ന് എതിർത്തിട്ടില്ല കേട്ടോ. ആ ഒരു കാര്യം കൂടി, പ്രശ്നം കൂടി ഉണ്ട്. മുസ്ലിം ലീഗ് ഇത്തരം PFI-യെയും അല്ലെങ്കിൽ SDP-യെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും ഒന്നും വളരെ ശക്തിയായി കടന്നാക്രമിക്കാറില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു മുസ്ലിം മതസമുദായത്തിൻ്റെയൊക്കെ ഒരു സെൻറ്റിമെൻറ്റ്സ് അവർക്ക് അനുകൂലമാണ് എന്നാണ് ഇവർ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇതുപോലെ നമ്മൾ പല വിഷപ്പാമ്പുകളെയും പാല് കൊടുത്ത് വളർത്തിയാൽ ഏറ്റവും ഒടുവിൽ ആ പാമ്പുകൾ നമ്മളെ തന്നെ തിരിച്ചു കൊത്താറാണ് പതിവ്. ഇതിന് ലോകത്ത് ഏതാണ്ട് ഒരു 10,000-കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, സിഖ് തീവ്രവാദത്തിന് പലപ്പോഴും വളം വെച്ച് കൊടുത്തത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ ബിന്ദർ സിംഗ് അടക്കമുള്ള നിരവധി ആളുകളെ വളർത്തിക്കൊണ്ടുവന്നതിൽ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഒരു തലയോടലുണ്ടായിരുന്നു, അല്ലെങ്കിൽ പതുക്കെയുള്ള ചില പിന്തുണകളുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആദ്യഘട്ടങ്ങളിൽ. പിന്നീട് ഇവർ അപകടകാരികളാണെന്ന് പറഞ്ഞപ്പോൾ മാറി. പക്ഷേ അപ്പോഴേക്കും ഇവരെ തന്നെ വേണമെങ്കിൽ ശിക്ഷിക്കാൻ കഴിയുന്ന ലെവലിലേക്ക് അവർ വലിയ തോതിലുള്ള ഒരു ആകാര രൂപം അല്ലെങ്കിൽ വലിയ തോതിലുള്ള വളർച്ച അവർക്ക്
ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. കമൽനാഥിനെ പോലെയുള്ള ആളുകളൊക്കെ പലപ്പോഴും ഇവരുടെ പത്രസമ്മേളനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുകയും അവിടെ തന്നെ കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ പത്രസമ്മേളനങ്ങൾക്ക് പണമടക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സിഖ് സുവർണ ക്ഷേത്രത്തിൽ വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരാഗാന്ധിക്ക് നടത്തേണ്ടി വരികയും അതിന് പകരമായി ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ജീവൻ തന്നെ ബലി കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിണറായി വിജയനൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഈ പറയുന്ന താലിബാൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ആ താലിബാൻ പ്രസ്ഥാനം ഏറ്റവും ആദ്യം അവിടെ ഉണ്ടായപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് US ഒക്കെയാണ്, അമേരിക്കയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്ന വലിയ ശക്തിയായി അവർ മാറുകയും താലിബാനെതിരെ ഏതാണ്ട് 20 കൊല്ലത്തോളം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ടിയും വന്നു അമേരിക്ക. പക്ഷെ എന്നിട്ട് പോലും താലിബാനെ തുടച്ചു നിൽക്കാനോ അവിടെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനോ കഴിഞ്ഞില്ല. പകരം ഒരു സുപ്രഭാതത്തിൽ അന്ന് ഭരിച്ചിരുന്ന അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റിനോട് പോലും പറയാതെ അവിടുത്തെ മേജർ ജനറലിനോട് യാത്ര പോലും ചോദിക്കാതെ US പട്ടാളം പിൻവാങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എവിടെയും നമ്മൾ ഇത്തരത്തിൽ ഒരു താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന വിഷപ്പാമ്പുകളെ വളർത്തി അത് മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ അത് വലിയ തോതിലുള്ള തലവേദനയാകും എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവർക്കൊക്കെ അങ്ങനെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയോടോ അത് നിലനിൽക്കണമെന്നോ പോലും ആഗ്രഹമില്ല. പലപ്പോഴും നമ്മുടെ കാലം കഴിയുന്നത് വരെ അധികാരം കിട്ടിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പുലർ PFIയുടെയും അല്ലെങ്കിൽ PFIയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള SDPI എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഒരു ജോസഫ് മാഷിനെയൊക്കെ കൈവെട്ടിയതിന് ശേഷം അവരത്ര വലിയ തീവ്രമായിട്ടുള്ള പരിപാടികളിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ പിന്നീട് പാലക്കാട് ചില കൊലപാതകങ്ങൾ നടത്തി, ആലപ്പുഴയിലൊക്കെ കൊലപാതകങ്ങൾ നടത്തിയെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ പിന്നീട് ആലപ്പുഴയിൽ ഒരു വലിയ റാലി നടത്തിയത് നമുക്കറിയാം. അരിയും മലരും കുന്തിരിക്കും ഒക്കെ കരുതി വെച്ചോടാന്ന് പറഞ്ഞ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ അത്തരത്തിലുള്ള റാലി നടത്താൻ PDP SDPIക്കൊക്കെ ധൈര്യം, PFI നിരോധിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ SDPIക്ക് ധൈര്യമുണ്ടായത് ഷാഫി പറമ്പിൽ മത്സരിച്ച് ജയിച്ചപ്പോഴാണ്. എനിക്ക് UDFനെ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഇപ്പം തന്നെ ഈ പറയുന്ന SDPIയെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും പോലെയുള്ള മതരാഷ്ട്രവാദികളെയൊക്കെ തള്ളിക്കളയേണ്ടതാണ്. കാരണം മുസ്ലിം സമുദായം തന്നെ അവരെ തള്ളിക്കളഞ്ഞതാണ്. അവരൊക്കെ നേരിട്ട് മത്സരിച്ചിട്ട് പോലും 1000, 1500 വോട്ടോ 2000 വോട്ടൊക്കെ മാക്സിമം പിടിച്ചിട്ടുള്ളൂ. അത് ചേലക്കരയിലൊക്കെ അത്രയൊക്കെ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഈ പറയുന്ന തീ കൊണ്ട് കളിക്കുകയും ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ പലപ്പോഴും കോൺഗ്രസിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും പറ്റിയിട്ടുള്ളതാണ്. അതായത് BJPയുടെ ഒരു തീവ്ര ഹിന്ദുത്വത്തിന് പകരം ഇവർ മൃദു ഹിന്ദുത്വമാകാൻ ശ്രമിച്ചു. മൃദു ഹിന്ദുത്വത്തിലേക്ക് ആളുകൾ ജോയിൻ ചെയ്യുന്നതിന് പകരം എനിക്ക് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് ജോയിൻ ചെയ്താൽ പോരെ. അപ്പോൾ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും CPM ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ബംഗാളിലും അതുപോലെ ത്രിപുരയിലുമൊക്കെ CPM എങ്ങനെയാണ് ഇല്ലാതായത് എന്നാലോചിക്കുമ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും അധികാരം കിട്ടാനുള്ള ഒരു മാഫിയാവൽക്കരണം പാർട്ടിക്കകത്ത് നടക്കുകയും അധികാരം മാത്രം ഒരു വലിയ കാര്യമായി ഇവർ ചിന്തിക്കുകയും അതിനുള്ള അത്യാർത്തി കൂടുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. ഇതൊക്കെ പറയുമ്പോൾ ഒരു ടൈലൻഡ് കൂടിയുണ്ട്. നമ്മുടെ സ്വരാജൊക്കെ പറഞ്ഞത് ശബരിമലയിൽ ഒരു നിലപാടെടുത്തപ്പോൾ 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഞങ്ങളുടെ നിലപാട് ഒന്ന് തന്നെ ആയിരിക്കും എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ പാലക്കാടും ഇത് ഒരു സഖാവ് ആവർത്തിക്കുന്നത് കണ്ടു. കാരണം എത്ര തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഞങ്ങൾക്ക് SDPIയുടെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ടതാണ്. പക്ഷേ ചോദിക്കാനുള്ള ചോദ്യം നമ്മുടെ പത്രക്കാരും മാധ്യമങ്ങളും പോലും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് PDPയുടെ വോട്ട് വേണോ, അതിനെക്കുറിച്ച് എന്താണ് നിലപാട് എന്ന് ചോദിക്കുന്നില്ല. നിലപാട് വളരെ കൃത്യമായിരിക്കണം. ഏത് ഇത്തരത്തിലുള്ള തീവ്ര പ്രസ്ഥാനമാണെങ്കിലും ആ പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ തള്ളിക്കളയേണ്ടതാണ്. ആ തള്ളിക്കളയാതെ ഇപ്പോൾ കോൺഗ്രസ് പോലും അതിനെതിരെ കൃത്യമായ നിലപാടെടുത്താൽ RSSനും സംഘപരിവാറിനും അതുപോലെ തന്നെ SDPIക്കും അതുപോലെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കുമൊക്കെ ഇത്തരത്തിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന മതത്തിന് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട റോൾ നൽകുന്ന ഒരു രാജ്യങ്ങളിലൊന്നും തന്നെ അശാന്തമാണ്, അവിടുത്തെ ജനങ്ങൾക്ക് മര്യാദക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് ഏതെങ്കിലും മതത്തിൻ്റെ ഒരു റിപ്പബ്ലിക്കായി നമ്മുടെ രാജ്യം മാറിയാൽ അത് വലിയ അപകടമാണെന്നുമുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ കൃത്യമായി നിങ്ങൾ തള്ളിക്കളയേണ്ടതാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം പറയേണ്ടതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബും PMA സലാമും ഒക്കെ പിണറായി വിജയനെ ഉപദേശിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കാര്യം. അത് പറഞ്ഞത് വളരെ വളരെ സത്യമാണ്. ആര് പറഞ്ഞാലും സത്യം നമ്മൾ അംഗീകരിക്കണമല്ലോ. പക്ഷേ ഈ പറയുന്ന UDFൻ്റെ നിലപാടുകൾക്ക് കൂടി ക്ലാരിറ്റി വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുഞ്ഞാലിക്കുട്ടിയോടും PMA സലാമിനോടും VD സതീശനോടും. അല്ലെങ്കിൽ
ഇത് ലോങ് ടൈമിൽ വലിയ തോതിലുള്ള അപകടം അല്ലെങ്കിൽ ഡിക്ലൈൻ നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാക്കും.